2025-26 ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സ്പീക്കർ പറഞ്ഞു, ഇപ്പോൾ അസംബ്ലിയുടെ വെബ്സൈറ്റിൽ നിന്ന് ബജറ്റിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന്. പക്ഷേ അസംബ്ലിയിലുള്ളവർക്ക് മാത്രമല്ല, അസംബ്ലിയുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റണമല്ലോ. അങ്ങനെ ഞാൻ ശ്രമിച്ചു, എനിക്ക് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആ ടേബിൾ A1, അതായത് ബജറ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്ന ആ ഒറ്റ ടേബിള്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്, അതായത് സഞ്ചിത കടത്തെ പറ്റിയുള്ള ഒരു ടേബിള്, അങ്ങനെ 2 ടേബിൾ മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ബജറ്റിനെ പറ്റി സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയേനെ. പക്ഷെ കിട്ടിയില്ല. എന്ന് വെച്ചാൽ അതുപോലെയാണോ ഈ ബജറ്റിൽ തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളും എന്ന സംശയമാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു ബജറ്റിനെ വിലയിരുത്തുമ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് പോയ വർഷത്തെ ബജറ്റ് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചോ, ചെലവഴിക്കുമെന്ന് പറഞ്ഞ ചെലവഴിക്കലുകൾ നടത്തിയോ, അതിന്റെ പ്രയോജനം സമൂഹത്തിന് ഉണ്ടായോ, അതിന്റെ പ്രയോജനം നമ്മളുടെ GSDP-യിൽ, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. അതായത് ഔട്ട്കം ബജറ്റ്, കഴിഞ്ഞ ബജറ്റിന്റെ ഔട്ട്കം എന്തായിരുന്നു, അത് സൃഷ്ടിച്ച നന്മകൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്ന് നോക്കണം. അങ്ങനെ നോക്കാൻ ഒന്നുമില്ല ഈ ബജറ്റിൽ. എന്തുകൊണ്ടാണ് ഒന്നുമില്ലെന്ന് ഞാൻ ഊന്നി പറയുന്നത് എന്ന് വെച്ചാല്, ഡിസംബറിന് മുമ്പ് തന്നെ, ഡിസംബർ ആരംഭം തന്നെ ഗവൺമെന്റ് പദ്ധതി, കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്ന പദ്ധതി ചെലവിന്റെ 50% വെട്ടിക്കുറച്ചിരുന്നു. അത് കഴിഞ്ഞ് ഈ ജാനുവരി എത്തുമ്പോഴേക്കും വീണ്ടും 50% വെട്ടിക്കുറച്ചതിന് ശേഷം വീണ്ടും ഒരു വെട്ടിക്കുറവ് പദ്ധതി ചെലവിൽ ഉണ്ടാകുന്നു. അങ്ങനെ വെട്ടിക്കുറവ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റിലെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ, തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റിന് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് CAG റിപ്പോർട്ടിൽ നിന്ന്, അവസാനം വന്ന CAG റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. CAG റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് മൂലധന ചെലവിന് വേണ്ടി എടുക്കുന്ന കടത്തിന്റെ 87% വരെ ശമ്പളം, പെൻഷൻ, പലിശ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി വക മാറ്റുന്നു. 13% മാത്രമാണ് മൂലധന ചെലവായിട്ട് എത്തുന്നത് എന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി ഈ സംസ്ഥാനത്തെ ധനപ്രതിസന്ധി മൂലം നിലനിൽക്കുകയാണ് ഇപ്പോഴും. പക്ഷെ ധനമന്ത്രി തുടങ്ങിയത് തന്നെ ധനപ്രതിസന്ധിയൊക്കെ നമ്മൾ അതിജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. പക്ഷെ അതിജീവിച്ചിരിക്കുന്നു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ മാസം പോലും പദ്ധതി ചെലവിന്റെ ബാക്കി ഒരുപാട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത്? അങ്ങനെ വെട്ടിക്കുറച്ചത് ധനപ്രതിസന്ധി മൂർജിക്കുന്നത് കൊണ്ടാണ്, അതല്ലാതെ അത് ഇല്ലാതെയാകുന്നത് കൊണ്ടോ ഒന്നുമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാകാൻ എന്നതാണ് സത്യം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന്, അതായത് ധനപ്രതിസന്ധിയുടെ കാരണം കേന്ദ്ര ഗവൺമെന്റ് മാത്രമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ പഴിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും ഗവൺമെന്റ് വക്താക്കള്, അത് CPM-കാര് ചർച്ചയ്ക്ക് വന്നാൽ എല്ലാവരും പറയുന്നത് കേന്ദ്രം ചതിക്കുന്നു, അത് കാരണം കൊണ്ടാണ് കേന്ദ്രം നമുക്ക് കേരളത്തിന് വെട്ടിക്കുറയ്ക്കുന്നു, ഫിനാൻസ് കമ്മീഷൻ വഴിയുള്ള കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം വെട്ടിക്കുറച്ചു മനഃപൂർവ്വം എന്നാണ് പറയുന്നത്. ആ മനഃപൂർവ്വം എന്ന ആ വാക്ക് അത് പറയുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, അവനവന്റെ കണ്ണിലെ തടി കാണുന്നില്ല, ആരാന്റെ കണ്ണിലെ കരട് കാണുന്നു, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അതാണ് ഇവിടെ അന്വർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം സംസ്ഥാന ഗവൺമെന്റ് അടിമുടി വീഴ്ചയിലാണ്. അതായത് ഇൻഎഫിഷ്യൻസി ഒരു വശത്ത്, സ്വജന പക്ഷപാതം മറുവശത്ത്, വകമാറ്റൽ വേറൊരു വശത്ത്, പിന്നെ PR വർക്കിന് വേണ്ടിയിട്ട് ഖജനാവ് മുടിക്കുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ ലോക കേരള സഭ എന്തൊക്കെ മാമാങ്കങ്ങളാണ് നമ്മൾ കണ്ടു. ഈ വർഷം കേരളീയം നടത്തിയില്ല, സന്തോഷം, കാരണം ഖജനാവിലൊന്നും ഉണ്ടായിരുന്നില്ലായിരിക്കും, അതുകൊണ്ടാണ് കേരളീയം നടത്താത്തത്. അതുപോലെ നവകേരള സദസ്, ഇങ്ങനെ എന്തൊക്കെ മാമാങ്കങ്ങൾ നടത്തിയാണ് ഖജനാവിന് ഒന്നുമില്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തെ കുറ്റം പറയാൻ പോകുന്നത്. കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അടി കിട്ടിയ ഒന്നാണ് 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് കർണാടകത്തിനാണ്. പക്ഷെ കർണാടകത്തിന് ഒരു ധനപ്രതിസന്ധി ഇല്ല. മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊക്കെ അടി കിട്ടി, അവർക്കൊന്നും പ്രതിസന്ധിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആമുഖമായി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ബാലഗോപാല് കേന്ദ്രത്തെ പഴി പറയുകയായിരുന്നു. അങ്ങനെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവനവന്റെ വീട്
നേരെ ചൊവ്വയാക്കി അവനവന്റെ എന്താണ് രേഖകൾ ശരിയാക്കി നന്നായി കാര്യക്ഷമമായി പോയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതുവരെ ചെയ്യാൻ ഇവർ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കേന്ദ്രത്തെ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബജറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ബജറ്റ് ആദ്യം തുടക്കത്തിൽ തന്നെ വയനാടിനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് 750 കോടിയാണ് പുനരധിവാസ പാക്കേജായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ 750 കോടി പാക്കേജായിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും കുട്ടനാടൻ കർഷകരടക്കമുള്ള കർഷകർ ഇന്നലെ സെക്രട്ടേറിയറ്റ് നടക്കിൽ ധർണ ഇരുന്നിരുന്നു. അവര് പറയുക, അവരോട് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരെന്താ പറഞ്ഞെന്നറിയാം? റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂട്ടരും നെതർലാൻഡ്സിൽ പോയി. അത് ഈ കുട്ടനാട് പോലെ സീ ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. എന്നിട്ട് റൂം ഫോർ റിവർ, ഈ വെള്ളമൊക്കെ മാറ്റിയും നല്ല കുട്ടപ്പനാക്കി കുട്ടനാടിനെ മാറ്റുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആ റൂം ഫോർ റിവർ എവിടെ? ഇപ്പോഴും 2 മഴ പെയ്താല് കുട്ടനാട് വെള്ളക്കെട്ടിലാണ്. ആ അവസ്ഥ ഈ പറയപ്പെട്ട ചേർത്ത് പിടിക്കലിന്, വയനാട് ചേർത്ത് പിടിക്കലിന് ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഏതായാലും ബജറ്റില് അംഗീകരിച്ച് 750 കോടി നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കിട്ടുമെന്നോ കിട്ടില്ല എന്നോ നമുക്ക് അടുത്ത വർഷത്തെ ബജറ്റ് വരുമ്പോൾ പറഞ്ഞ് വിലയിരുത്താം. അപ്പൊ അതാണ് ആ തുടക്കത്തിൽ തന്നെ ആ വയനാടിനെ ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ഇനി അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ അതായത് നമ്മൾ ഈ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഒന്ന്, അതായത് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒക്കെ, അതായത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുമെന്ന്. അതുപോലെ വലിയൊരു മോഹമായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1200 നിന്ന് 2000 രൂപയോ 2500 രൂപയോ ഒക്കെ ആക്കി വർദ്ധിപ്പിക്കും. ഇത് രണ്ടും എന്തുകൊണ്ട് നടപ്പാക്കിയില്ല, അനൗൺസ് ചെയ്തില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അതിന്റെ സമയമായിട്ടില്ല. സമയമായില്ല പോലും എന്നുള്ള പാട്ടിലെ പോലെ തന്നെ അതിന് സമയമായിട്ടില്ല. എപ്പോഴാ സമയമാകുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന്റെ ഏതാനും ദിവസം മുൻപ് ആ തീരുമാനങ്ങൾ പുറത്തു വരും. അതുവരെ അത് ഹെൽഡപ്പ് ചെയ്തിരിക്കുക. കാരണം അപ്പോ ആണ് ആ മരുന്ന് ശരിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവർക്ക് ഉത്തേജനം കിട്ടി ആ ഉത്തേജനത്തിന്റെ പേരിൽ ഈ ഗവൺമെന്റ് 3ാം വട്ടവും വരാൻ പറ്റുക. അതാണ് ഞാൻ അതിനകത്ത് മനസ്സിലാക്കുന്നത്, ആ 2 കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത്. പിന്നെ എനിക്ക് വളരെ നന്നായി തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, 7 അതായത് മികവിന്റെ കേന്ദ്രങ്ങൾ, കേരളത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് ആദ്യ ബജറ്റ് മുതൽ, അതായത് 2016-17 1ാം പിണറായി ഗവൺമെന്റിന്റെ ബജറ്റ് മുതൽ പറയുന്നതാണ്. പക്ഷെ ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ അടുത്ത നാളിലാണ് ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉടമ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരം ഒരവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് തന്നെയല്ല, പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ നമ്മുടെ കുട്ടികളെല്ലാം നാട് വിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ വിദ്യാഭ്യാസ ഹബ്ബ് എന്നാകും എന്ന് നമ്മൾ ഊറി ചിരിക്കുകയും ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഇപ്പൊ പറയുന്നു 7 മികവിന്റെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുമെന്ന്, 7 കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുമെന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് ഏത് കോളേജുകളോ ഏത് സ്ഥാപനങ്ങളോ ആകട്ടെ, അതൊരു നല്ല നാന്ദിയാണ്, നല്ല ആരംഭമാണ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്ലോബൽ കേപ്പബിലിറ്റി കമ്മീഷൻ രൂപീകരിക്കും. കേപ്പബിലിറ്റി സെന്റർ മിഷൻ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മിഷൻ. അത് തീർച്ചയായിട്ടും, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ, ഡേറ്റ മൈനിങ് പോലെ, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, അതായത് വളരെ ദ്രുതഗതിയിലാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മാറ്റത്തിനനുസരിച്ച്, അതായത് ഇപ്പൊ നമുക്കറിയാം, ഒരു ഇന്റർവ്യൂവിന് ഒരു കോൾ കിട്ടിച്ചെന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ബയോഡേറ്റ ഫയൽ ചെയ്തിരിക്കുന്നത് AI സഹായത്തോടെ ആണോ എന്നാണ് ഇന്റർവ്യൂവർ ശ്രദ്ധിക്കുന്നത്. AI സഹായത്തോടെ ആണ് എങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. കാരണം അവർക്കറിയാം അവരുടെ ഫേമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ടെക്നോളജിക്കൽ മേഖലയിലൂടെ, ടെക്നോളജിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറുള്ളവർ
കാൻഡിഡേറ്റ് ആണ് ഈ കാൻഡിഡേറ്റ്, അതാണ് AI സഹായത്തോടെ റെസ്യൂമെ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ആ ഇന്റർവ്യൂവറിന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലത്തെ ഇന്റർവ്യൂ സമ്പ്രദായമോ കമ്പനി സമ്പ്രദായമോ ടെക്നോളജി സമ്പ്രദായമോ അല്ല ഇന്ന് മാറ്റം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എങ്കിൽ, അതായത് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മിഷൻ, അങ്ങനെ ഒരു കേപ്പബിലിറ്റി സെന്റർ മിഷൻ വരുന്നു. അതിനോട് ലിങ്ക് ചെയ്ത് വേറെ ഒരു സ്റ്റെമ്മിനെയും കൂടി എൻകറേജ് ചെയ്യുന്നു. സ്റ്റെം എന്ന അതും ഒരു പുതിയ അവതാരമാണ്. എന്താണ് സ്റ്റെം എന്ന് പറയുന്നത്? സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ഈ 4ഉം ചേർന്ന സങ്കരം എന്ന് വെച്ചാൽ ഈ 4ന്റെയും മികവ് കൃത്യമായിട്ട് പ്രൂൺ ചെയ്തെടുക്കാൻ കഴിയുന്ന സാങ്കേതിക മികവ്, ആ സാങ്കേതിക മികവിനെ കൂടി കൂട്ടി ഈ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ മിഷൻ പ്രവർത്തിക്കും. അതിനോട് ചേർന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 7 മികവിന്റെ കേന്ദ്രങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്തത് ഇതൊക്കെയും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ വേറൊന്നുകൂടി അതിനോട് നമ്മൾ ചേർക്കണം. മന്ത്രി രാജീവ്, വ്യവസായ മന്ത്രി, തുടങ്ങിയ വർഷം മുതലേ, അദ്ദേഹം മന്ത്രിയായി കയറിയ വർഷം മുതലേ പറയുന്നതാണ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഇംപ്രൂവ് ചെയ്യും, എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യും എന്ന്. അങ്ങനെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നന്നായി ഇംപ്രൂവ് ചെയ്താൽ ഈ പറയപ്പെട്ട സ്റ്റെം ആയിട്ടും അതുപോലെ തന്നെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ കമ്മീഷനായിട്ടും ഒക്കെ ഇതിനൊരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഇന്റേൺഷിപ്പ്, PM ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന് സാധാരണക്കാരെ പറ്റിച്ചു. കാരണം ഞാൻ പോയ പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ, അത് കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അപ്ലൈ ചെയ്തിരുന്നു PM ഇന്റേൺഷിപ്പിന്, പക്ഷെ അവർക്കൊന്നും കിട്ടിയില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും പറഞ്ഞത് അവർക്കൊന്നും കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അവരൊക്കെ അവരുടെ ആപ്ലിക്കേഷൻ നിരാകരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് മിഷന്, ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അതിന് പര്യാപ്തമായ ഒരു കാലാവസ്ഥ കേരളത്തിലുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വാല്യൂ അഡീഷൻ നടത്തത്തക്ക രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് ആണ് കേരളത്തിലുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇതിനോട് അനുബന്ധമായിട്ട്, ഈ എക്കോസിസ്റ്റത്തോട് അനുബന്ധമായിട്ട് ചിന്തിക്കാവുന്ന വ്യവസായ വികസനത്തിന് സഹായമായ ഒരു വ്യവസായ ഇടനാഴിയും കേരളത്തില് വരുന്നുണ്ട്. അതായത് കൊച്ചി, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അതുപോലെ തന്നെ വേറെയും ചെറിയ ചെറിയ വ്യവസായ ഇടനാഴികൾ വരാവുന്നതേ ഉള്ളൂ. മെട്രോ നഗരങ്ങൾ കൂടുതലായിട്ട് വരുമെന്ന് ബജറ്റ് പറയുന്നുണ്ട്. അതുപോലെ തീരദേശ വികസനം, അതിനുവേണ്ടി ടൂറിസം, ഹോംസ് എന്ന് പറഞ്ഞാൽ അടച്ച് ഇട്ടിരിക്കുന്ന രമ്യഹർമ്മ്യങ്ങളെ ടൂറിസ്റ്റ് ഹബ്ബുകൾ, വേദികളാക്കി ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനും മറ്റ് പലതരത്തിൽ അവർക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കത്തക്ക രീതിയിലേക്ക് ഹോംസ് ഉണ്ടാക്കുക. അത് ടൂറിസം വികസനത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പറയപ്പെട്ട ടെക്നോളജി മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് വരാവുന്നത്. വ്യവസായ ഇടനാഴി, അതിന് ഒരുപാട് ഫണ്ട് ഓൾറെഡി ചെലവഴിച്ചു കഴിഞ്ഞതാണ്. ബാക്കിയും കൂടി ചെലവഴിച്ച് വ്യവസായ ഇടനാഴി റിയൽ ആയി കഴിഞ്ഞാൽ ആ വ്യവസായ ഇടനാഴിയാണ് ലോജിസ്റ്റിക് കോസ്റ്റുകൾ കുറച്ച് ഈ പറയപ്പെട്ട അതായത് ഈ സ്റ്റാർട്ടപ്പ് ഹബിനെ യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കി മാറ്റും. അങ്ങനെ നന്നായി വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ബ്രെയിൻ ഡ്രെയിൻ, പ്രീ ഡിഗ്രി കഴിയുമ്പോഴേയുള്ള ഡ്രെയിൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡ്രെയിൻ, ഓരോ കുട്ടിയും പുറത്തേക്ക് പോകുന്നത് 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ബാങ്ക് വായ്പ എടുത്താണ്. ആ ഫണ്ട് ഈ കേരളത്തിൽ ചെലവഴിക്കപ്പെടേണ്ട ഫണ്ടാണ് ഇങ്ങനെ വിദേശത്തേക്ക് വെറുതെ പോകുന്നത്. ഇങ്ങനെ വരുമ്പോഴേക്ക് ഈ കേപ്പബിലിറ്റി മിഷൻ വളരുന്നതോടൊപ്പം തന്നെ ഒരു ഓൺട്രപ്രനേറിയൽ ഹബ്ബായും കൂടി കേരളം മാറാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ ഈ ഒഴിഞ്ഞു പോകൽ, അതായത് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേക്കും വിദേശത്തേക്കുള്ള ഇത് മാറും. ഇവിടെ തന്നെ ഒരു വ്യവസായം. അതുപോലെ തന്നെ നമുക്കറിയാം എലവഞ്ചേരി, പാലക്കാട് 16 കോടിയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒരു പഞ്ചായത്താണ് എലവഞ്ചേരി പഞ്ചായത്ത്. ആ ഉൽപ്പന്നങ്ങൾ ഒന്നും വാല്യൂ അഡീഷൻ നടത്തുന്നില്ല, മൂല്യവർദ്ധനവും നടത്തുന്നില്ല, അതിനുള്ള സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഈ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, അതൊന്നും പറയുന്നില്ല. ഒന്നാമത് ബജറ്റ് തന്നെ ഒരു തരത്തില്
പറയാ വളരെ വേഗമാണ്. അതായത് കുറേ കണക്കുകൾ 5 കോടി 10 കോടി 5 കോടി 10 കോടി 1 കോടി 2 കോടി ഈ തരത്തിൽ പറഞ്ഞിരിക്കുക. അതേസമയത്ത് ഒരു വൃത്തിയായിട്ടൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക മേഖല അതിന് എത്ര ആകെ കൊടുത്തിരിക്കുന്നു, ആ ആകെ കൊടുത്തത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് മറ്റു വിഭാഗങ്ങൾക്കായിട്ട് പോകുന്നു, അതുപോലെ വ്യവസായ മേഖല, അതുപോലെ തന്നെ സേവന മേഖല, അങ്ങനെ വേർതിരിച്ചിട്ട് ടോട്ടൽ കൊടുത്തിരിക്കുന്ന എത്രയാണ്, വക ഓരോന്നിനും കൊടുത്തിരിക്കുന്ന എത്രയാണ്, ആ രീതിയിൽ ഒരു ഡിവിഷൻ. പണ്ടൊക്കെ ബജറ്റുകൾ അങ്ങനെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇൻക്ലൂഡിങ് തോമസ് ഐസക്കിന്റെ ബജറ്റ് ആണെങ്കിൽ 2006 മുതലുള്ള കാലത്ത് തോമസ് ഐസക്ക് പിന്നെ ധനമന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ബജറ്റ് കൊണ്ടുവന്നിരുന്നത്. മാണി സാറിന്റെ ബജറ്റും ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോ അതൊക്കെ തലതിരിഞ്ഞു പോയിരിക്കുന്നു. കുറേ കണക്കുകൾ കേന്ദ്ര ബജറ്റിൽ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറെ കണക്കുകൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയുക. അതായത് ശരിക്ക് പൗരന്മാരെ കൺഫ്യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഒരു ഏകീകരണം ഉണ്ടെങ്കിലാണ് നമുക്ക് ഒന്നിനോട് ചേർത്ത് വെച്ച് ഇത് ശരി ഇത് തെറ്റ് എന്ന് പറയും. ഇത് അങ്ങനെയില്ല, സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. അത് വളരെ അപകടകരമാണ്. അതിന് നമുക്ക് ബജറ്റ് ഡോക്യുമെന്റ് ഒക്കെ ലഭ്യമാകണം. അത് ഇപ്പോഴും വെബ്സൈറ്റിൽ കിട്ടുന്നില്ല. അത്തരം അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ബജറ്റിലെ ഏറ്റവും ഒരു പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. അതായത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, അതിനെ സ്റ്റാർട്ടപ്പുമായിട്ട് ലിങ്ക് ചെയ്യുക, ഗ്ലോബൽ അതായത് AI പോലെയുള്ള സാങ്കേതിക വിദ്യകളുമായിട്ട് എന്താ പറയുക ലിങ്ക് ചെയ്യുക. അങ്ങനെ പോകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ എംപ്ലോയബിൾ ആക്കി മാറ്റും. PM ഇന്റേൺഷിപ്പിന്റെ പുറകെ നടക്കാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എഡ്യൂക്കേഷനിൽ മാറ്റം വരുമെന്നാണ് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതുപോലെ മറ്റൊരു ചുവടുമാറ്റമുണ്ട്. അതായത് ഇതുവരെ ഈ കിഫ്ബി എന്ന് പറയുന്നത് ഒരു വരുമാനമില്ലാതെ സർക്കാർ നമ്മുടെ ബജറ്റ് വഴിയായിട്ട് പിരിക്കുന്ന സെസ്, അതുപോലെ ബജറ്റ് വഴിയായിട്ട് പിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സ്, ഇതൊക്കെയായിരുന്നു കിഫ്ബിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടിരുന്നത്. ഇനി കിഫ്ബി സ്വയമേവ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് വരുമാനം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ കാണുന്നുണ്ട്. ആ ശ്രമം ടോളാണ്. ടോൾ എന്ന് പറഞ്ഞാൽ അത് യൂസർ ഫീ ആയിട്ട് കണക്കാക്കാം. അപ്പൊ ടോൾ പിരിക്കുന്നത് അപകടമാണോ എന്ന് ചോദിച്ചാൽ ടോൾ പിരിക്കുമ്പോഴും അപകട സാധ്യതയുണ്ട്. എന്ത് അപകട സാധ്യതയാണ്? ടോൾ പിരിക്കുന്ന പണം കൂടി ഈ പറയപ്പെട്ട ഉൽപാദകരും വ്യാപാരി വ്യവസായികള് ഉൽപ്പന്നത്തിന്റെ വിലയിലേക്ക് തള്ളും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിലക്കയറ്റം ഉണ്ടാകും. അതുകൊണ്ട് സാധാരണക്കാരെ അത് ബാധിക്കും. പക്ഷെ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിക്ക് അത് ഒരു സഹായകമായ നടപടിയാണ്. കാരണം ടോൾ വഴിയായിട്ട് കടന്നു പോകുന്ന വാഹനങ്ങളിൽ നിന്ന് പണം പിരിക്കുക. പിന്നെ അത് തന്നെയല്ല, അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലതാനും. കേന്ദ്ര ഗവൺമെന്റ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 7th ഷെഡ്യൂളിൽ സംസ്ഥാനങ്ങൾക്കുള്ള 56ാം സബ് സെക്ഷനിലാണ് ഈ ദേശീയ ഹൈവേക്ക് വേണ്ടി, സംസ്ഥാന ഹൈവേക്ക് വേണ്ടി ഒക്കെ ടോൾ പിരിക്കാം. അതായത് യൂസർ ഫീ രീതിയിൽ ടോൾ പിരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ മാനദണ്ഡങ്ങൾ ആശ്രയിച്ചായിരിക്കണം എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കേരളത്തിൽ ഒരു കുഴപ്പം അപ്പോഴും ഉണ്ട്. എന്താണ്? ഏത് നികുതി കൊണ്ടുവന്നാലും പിന്നെ അത് വർദ്ധിച്ചു പോകും. അതാണ് ഇപ്പൊ ഭൂനികുതിയുടെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഭൂനികുതി അതായത് വലിയ തോതിലാണ് ഭൂനികുതി വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ന്യായവിലയ്ക്ക്. പക്ഷെ അവിടെയും ഞാനൊരു ആശ്വാസം കാണുന്നുണ്ട്. ന്യായവിലയ്ക്ക് അനുസരിച്ചായിരിക്കും. ന്യായവില കുറഞ്ഞ ഭൂമിക്ക് കുറഞ്ഞ നികുതി അഥവാ നികുതിയില്ല. അതേസമയത്ത് ന്യായവില കൂടിയ ഭൂമി എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭൂമി, അങ്ങനെ എന്ന് വെച്ചാൽ സിറ്റിക്കകത്തുള്ള ഭൂമിക്കൊക്കെ ആയിരിക്കും ന്യായവില ഉയർന്നു നിൽക്കുക. അത്തരം ഭൂമിയിലേക്ക് ആണ് കൂടുതൽ പലിശ നികുതി വീഴുക. അത് ഒരു സഹായകരമായ. പക്ഷെ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അതായത് ന്യായവില എല്ലാ ഭൂമിക്കും ഒറ്റയടിക്ക് കൂട്ടുകയായിരുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഈ വന്യമൃഗ പ്രശ്നങ്ങളുള്ള ഭൂമിയിൽ നിന്നൊക്കെ എങ്ങനെയൊന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് ഓർത്തിരിക്കുകയാണ് അവിടുത്തെ അതിൻ്റെയൊക്കെ ഓണേഴ്സ്. അപ്പൊ അവർക്കൊരു നികുതിയും കൂടി വന്നാൽ എങ്ങനെയിരിക്കും? അതിൽ നിന്നൊരു മാറ്റമുണ്ട് ഈ പ്രാവശ്യത്തെ ഈ നികുതിക്ക്. അതായത് ന്യായവിലയ്ക്ക് അനുസരിച്ചാണ് നികുതിയിലെ വർധനവ് വന്നിരിക്കുന്നത്. ന്യായവില ഇല്ലാത്ത ഭൂമിയോ അതിന് നികുതിയും കാണത്തില്ല, അങ്ങനെ വിശ്വസിക്കാം നമുക്ക്. പിന്നെ അങ്ങനെ കിഫ്ബി കൊണ്ടുവന്നിരിക്കുന്നത് ന്യായകരമായിട്ട് തന്നെ അതായത് കിഫ്ബി ഇങ്ങനെ നികുതി കൊണ്ടുവന്നാല്, ടോൾ കൊണ്ടുവന്നാല് ആ ടോളും വർദ്ധിപ്പിച്ചു പോകുമോ, അതോ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടുന്നത് പോലെയുള്ള
എന്താണ് പറയുക, മാനദണ്ഡാധിഷ്ഠിതമായിട്ട് കിഫ്ബി ടോൾ പിരിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് വരും കാലങ്ങളിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ പൗരജനത്തിന് അതിനെതിരെ പ്രവർത്തിക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. അപ്പം ഇനി അങ്ങനെ ഈ നികുതി സമാഹരണം വലിയ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ആ കൂട്ടത്തില് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? അതായത് എല്ലാ നികുതി സാധ്യതകളും GSTയിലേക്ക് ചേക്കേറിയെന്ന്. അത് അദ്ദേഹം എങ്ങനത്തെ അങ്ങനെ സാധാരണക്കാരെ അല്ലെങ്കിൽ ജനങ്ങളെ, പൗരജനങ്ങളെ, അദ്ദേഹത്തെ വോട്ട് നൽകി കയറ്റിവിട്ട ജനങ്ങളെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അവാസ്തവമാണ്. കാരണം ഞാൻ പറയാം, കേരളത്തിലെ തനതു വരുമാനം, അതായത് സംസ്ഥാനത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനത്തിന്റെ 20 മുതൽ 25% വരെ വരുന്നത് ഇന്ധനത്തിൽ നിന്നാണ്. അതായത് പെട്രോൾ, ഡീസൽ, ഈ ഇന്ധനത്തിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ 25 മുതൽ 35 അല്ലെങ്കിൽ 30 വരെ എന്ന് വെച്ചോളൂ വരുമാനം വരുന്നത് മദ്യത്തിൽ നിന്നാണ്. ഇത് രണ്ട് സംസ്ഥാന സർക്കാരല്ലേ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ലാൻഡ് റവന്യൂ, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വീട് കരം തൊട്ട് ഉള്ള എല്ലാ തരം കരങ്ങളുമാണ്. അതും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും. അത് GSTയിൽ ചേക്കേറിയിട്ടില്ല. ഇനി നാലാമതൊരു ഐറ്റം ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇലക്ട്രിസിറ്റി ടാക്സ് എന്നും പറഞ്ഞ് നടുവിൽ, ആ റെസീറ്റിന്റെ നടുവിൽ ഒരു ഇതുണ്ട്. അത് നോക്കിയാൽ അറിയാം. ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും GST പോയിട്ടില്ല. കേരള ഗവൺമെന്റിന്റെ എല്ലാം ഈ പറയപ്പെട്ട 4 ഐറ്റവും എല്ലാം സംസ്ഥാന ഗവൺമെന്റുകളുടെ കൈകളിലാണ്. എന്ന് വെച്ചാൽ ഒരു 50-55% നികുതി സാധ്യതകളെല്ലാം ഇപ്പോഴും സംസ്ഥാന സർക്കാരുകളുടെ കയ്യിലാണ്. അതിന് ഒരു വളരെ എക്സാമ്പിൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ പുസ്തകം പാർത്ഥസാരഥി ഷോമിന്റെ ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിലെ 171 പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് GST എന്ന്. കാരണം പെട്രോളിയം പ്രോഡക്ട്സ് GSTയിൽ അത്യാവശ്യമായിട്ട് വന്നിരിക്കണം. ആ പെട്രോളിയം പ്രോഡക്ട്സിന്റെ നികുതി താഴ്ന്നിരിക്കണം. അതാണ് അദ്ദേഹം വലിയ ഇന്റർനാഷണൽ ടാക്സ് എക്സ്പേർട്ടാണ്. അദ്ദേഹത്തിന്റെ തീരുമാനം, അദ്ദേഹം അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? പെട്രോളിയത്തിന്റെ വില വർദ്ധിച്ചാൽ അത് സമസ്ത ഉൽപ്പന്നങ്ങളുടെയും വില വർധനവിലേക്ക്, വലിയ വിലക്കയറ്റത്തിലേക്ക്, അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് ഈ ഉപരോധം വന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വില, പിന്നെ ഉണ്ടായ ചാഞ്ചാട്ടം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് പെട്രോളിയം, പക്ഷെ പെട്രോളിയം GST കയറാൻ സംസ്ഥാന ഗവൺമെന്റുകൾ സമ്മതിക്കില്ല. എന്ത് കാരണം? അവർക്കൊക്കെ അത് വരുമാനം കിട്ടുന്ന ഒരു കൊയ്ത്ത് മേഖലയാണ്. അത് കഴിഞ്ഞ് അതിനേക്കാൾ പ്രധാനമായിട്ട് കൊയ്ത്ത് മേഖലയാണ് മദ്യം. കേരളത്തിന്റെ വരുമാനത്തിന്റെ 25 മുതൽ 30% വരെ എങ്കിലും കിട്ടുന്നത് മദ്യവിൽപ്പനയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ 50-55% നികുതി ഇപ്പോഴും സംസ്ഥാനത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിലും നല്ലവണ്ണം നികുതി വർധനവ്, അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്ക് പോലും നികുതി കൊണ്ടുവന്നു. ഈ വർഷവും ഇതുപോലെയുള്ള നികുതി രീതികൾ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഒക്കെ തീർച്ചയായിട്ടും നല്ല ഒരു ഹൈപ്പ്, അതായത് നികുതി വർധനവ് വഴിയായിട്ട് വരുമാന വർധനവിനും കളമൊരുക്കിയിട്ടുണ്ട്. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ അമിതമായി പോയാൽ അത് ആരിൽ വീഴുന്നു നികുതിയുടെ ഭാരം എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കും. പക്ഷെ ഇപ്പോൾ ഈ പറയപ്പെട്ട നികുതികളുടെ ഒക്കെ ഭാരം ഭാഗികമായിട്ടെങ്കിലും സാധാരണക്കാരിൽ വീഴും. ഭൂനികുതി, അതായത് ന്യായവിലയെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ന്യായവില വർദ്ധിപ്പിച്ചത് വലിയ തോതിലുള്ള വർധനവായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ തോതിൽ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാല് ഗ്രാമങ്ങളിലൊക്കെയുള്ള ഭൂമി കൈവശമുള്ളവർക്ക് അത് വലിയൊരു അടിയായിട്ട് വന്നേക്കാം. ഇപ്പോ ഇത് പക്ഷേ ന്യായവില വർദ്ധിപ്പിച്ചത് ന്യായവിലയ്ക്ക് അനുസരിച്ചാണ് നികുതിയുടെ വർധന. ന്യായവില കുറഞ്ഞിരിക്കുന്നെങ്കിൽ നികുതി കുറവ്, ന്യായവില വർദ്ധിച്ചിരിക്കുന്നെങ്കിൽ നികുതി വർദ്ധിപ്പിച്ചു കൂടുതൽ. ആ രീതിയിൽ വരുന്നത് കുറച്ച് സാധാരണക്കാരനെ ബാധിക്കാതെ ഇരിക്കും എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. പിന്നെ അതുപോലെ തീരദേശത്തിന് കൊടുത്തിരിക്കുന്ന വികസനത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, മെട്രോ നഗരങ്ങൾ, അതുപോലെ വിഴിഞ്ഞം PPP മോഡിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അതാണ് വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട PPP മോഡ്. പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ ഹൈവേകൾക്കൊക്കെ വേണ്ടി പണം പിരിച്ചെടുക്കുമ്പോൾ, അതായത് മൂലധനം കടം വാങ്ങുമ്പോൾ അത് PPP മോഡിലേക്ക് പോകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി. ഈ കഴിഞ്ഞ വർഷം വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യ ഭാഗം തീരുന്നതിന് മുൻപ് തന്നെ കേന്ദ്രം വിഴിഞ്ഞം മുതലുള്ള അപ്രോച്ച് റോഡ് പോലെയുള്ള ഒരുപാട് ചെലവുകൾക്ക് വേണ്ടി 5000 കോടിയിലധികം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ
കേന്ദ്രം PPP മോഡിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അന്ന് ഗവൺമെന്റ് സമ്മതിച്ചില്ല. പക്ഷെ ഇവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ PPP മോഡിൽ വികസനം കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട്. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയെയും പിന്നെ തരം താഴ്ത്തിക്കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ കേന്ദ്രം PPP മോഡില് മൂലധനം മുടക്കാനായിട്ട് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത്. അന്ന് സമ്മതിച്ചില്ല. പക്ഷെ ഇപ്പൊ ഈ ബജറ്റിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു PPP മോഡിൽ ധനസ്വരൂപരണം നടത്തും, ചെലവുകൾക്ക് വേണ്ടി എന്ന് പറയുന്നു, മൂലധന ചെലവുകൾക്ക് വേണ്ടി എന്ന് പറയുന്നു. അങ്ങനെ നടത്തുന്നുവെങ്കിൽ അത് നല്ലത്. കാരണം വിഴിഞ്ഞം പദ്ധതി വന്നതിന്റെ ഗുണങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കോ കേരളത്തിന് തന്നെയോ വലിയ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷക തൊഴിലാളികള്, അങ്ങനെയുള്ള ഒരുപാട് ജനവിഭാഗമുണ്ട്. അവർക്ക് ആർക്കും പ്രയോജനം കിട്ടിയിട്ടില്ല. അപ്രോച്ച് റോഡൊക്കെ വന്ന് അത് ഒരു തിരുവനന്തപുരം ഒരു നല്ല ട്രേഡ് ഹബ്ബായിട്ട് ഒക്കെ മാറിക്കഴിഞ്ഞാല്, ട്രേഡ് ഹബ്ബായിട്ട് മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെയും സ്റ്റാർട്ടപ്പുകളും മറ്റങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളർന്നു വരും. അപ്പൊ അങ്ങനെയൊക്കെ വളർച്ച വന്നാൽ മാത്രമേ ഇവിടെ വരുമാനം നഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗമാകുകയുള്ളൂ. ഈ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുകയുള്ളൂ പ്രോജക്റ്റ്. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കിടക്കെ PPP മോഡിലേക്ക് മാറുന്നു എന്ന് പറയുന്നത് ആശ്വാസകരമാണ്. നെല്ല് വികസനത്തിന് അതായത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി 150 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് വളരെ കുറവാണ്. അവരുടെ സങ്കടങ്ങൾ, കർഷകരുടെ സങ്കടങ്ങൾ അറിഞ്ഞാല് ആരും തന്നെ അതായത് അതുകൊണ്ടാണ് ഞാനൊക്കെ സാധാരണ പറയുന്ന ഒരു കാർഷിക ബജറ്റ് തന്നെ വേണമെന്ന്. എല്ലാ ബജറ്റുകൾ എടുത്താലും കാർഷിക മേഖലയെ തഴഞ്ഞിരിക്കും. അങ്ങനെയാണല്ലോ 1975 8,75,000 ഹെക്ടറിൽ നെല്ല് കൃഷി ചെയ്തിരുന്ന കേരളത്തിൽ ഇപ്പോ നെല്ല് കൃഷി 1,93,000 ഹെക്ടറിലേക്ക്, അതായത് ഒരു 2 ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയാം നമുക്ക്. ഉൽപാദനം 13 ലക്ഷം ടണ്ണിൽ നിന്ന് 5 ലക്ഷത്തിൽ താഴെ ടണ്ണിലേക്ക് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ അയൽ സംസ്ഥാനങ്ങളിൽ പെസ്റ്റിസൈഡ് അടിച്ച വിഷം കലർന്ന അരിയും സാധനങ്ങളും ഒക്കെയാണ് നമ്മൾ കൊണ്ടുവന്ന് കഴിക്കുന്നത്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ആരോഗ്യവും ബുദ്ധിയുടെ ലെവലും എല്ലാം താഴ്ത്തി കളയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യം. അപ്പം നമുക്കാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്കാവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, ഇപ്പോഴാണെങ്കിൽ ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി തന്നെ വേണമെന്നില്ല, അതിൻ്റെ കൂടെ ചെറുധാന്യങ്ങൾ, അതായത് മില്ലറ്റ്. ആ മില്ലറ്റിന് വളരെ പ്രാധാന്യം കൊടുക്കുകയാണ് യുണൈറ്റഡ് നേഷനൊക്കെ ഇപ്പോൾ. അത് ആരോഗ്യത്തെ നന്നായി പരിപോഷിപ്പിക്കും. മാത്രമല്ല 60+ പോപ്പുലേഷന് അത് പ്രായം കുറച്ചു കൊണ്ടുവരും വർദ്ധിപ്പിക്കുന്നതിന് പകരം. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് മില്ലറ്റിനുള്ളതായിട്ട്. അപ്പൊ ആ തരത്തിലൊക്കെയുള്ള ഒരു പ്രോത്സാഹനം, മില്ലറ്റിന്റെ കൾട്ടിവേഷൻ ഒരു പ്രോത്സാഹനം കൊടുക്കുക. എന്നിട്ട് ഈ പറയപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ പിന്നെ അതായത് ഈ സംസ്ഥാന സർക്കാർ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ധനപ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, കഴിഞ്ഞ ഈ ഭരണകാലത്ത് ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം എപ്പോഴൊക്കെ കേന്ദ്രം MSP മിനിമം സപ്പോർട്ട് പ്രൈസ് അരിയുടെ വർദ്ധിപ്പിച്ചോ അപ്പോഴൊക്കെ കേരളത്തിന്റെ ഷെയർ അത്ര കണ്ട് വെട്ടിക്കുറച്ച് കർഷകരെ 28 രൂപയിൽ തന്നെ നിർത്തുകയാണ് ചെയ്തത്. സപ്പോർട്ട് പ്രൈസ് റൈസ് വർദ്ധിപ്പിച്ചിട്ടും ഇവർ വർദ്ധിപ്പിച്ചില്ല. അപ്പൊ ആ തരത്തിലൊക്കെ കർഷകരോട് ചെയ്യാതെ കർഷകരോട് കുറച്ചുകൂടി നീതി പുലർത്തണം എന്നുള്ളതാണ് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അവർക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവുമായിട്ട് അവരെ ലിങ്ക് ചെയ്യണം. അതിപ്പോ ഈ ഇടനാഴി പറഞ്ഞ കൊച്ചി ബാംഗ്ലൂർ ഇടനാഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പാലക്കാടിനത് വളരെ സഹായകമാണ്. പാലക്കാട് നമ്മുടെ നെല്ലറയാണ്, നമ്മുടെ ഹോർട്ടിക്രോപ്സിന്റെ അറയാണ്. അതുപോലെയുള്ള എല്ലാ പ്രദേശങ്ങളെയും, കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളെയും ഒക്കെ ലിങ്ക് ചെയ്യത്തക്ക രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം. പക്ഷെ അങ്ങനെ ഒന്നും പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റിയും ഉൽപാദനവും ഒക്കെ വർദ്ധിപ്പിച്ച് സാധാരണക്കാരന്റെ പോക്കറ്റിൽ പണം എത്തിക്കാം എന്ന രീതിയിൽ ഒരു ചിന്തയും ഈ ബജറ്റിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നികുതി നിർദ്ദേശങ്ങളിലേക്ക് ഞാൻ അധികം പോയില്ല. എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തുകയാണ്. ഈ ബജറ്റ് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ബജറ്റ് അല്ല. ഇനി അതിനകത്ത് എത്രയാണ് GSDP, എത്രയാണ് കടം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഈ ബജറ്റിനെ പറ്റി ചർച്ച ചെയ്യാം. എന്തായാലും കിട്ടിയ ബജറ്റിനെ നമ്മൾ സ്വാഗതം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. പഠിച്ച് അത് നാം തന്നെ
മന്ത്രിസഭാ സമക്ഷം അല്ലെങ്കിൽ പൊതുജന സമക്ഷം അവതരിപ്പിക്കുക. അങ്ങനെ പൊതുജനങ്ങളെല്ലാവരും ഈ ബജറ്റിനെ പറ്റി നല്ല അറിവുള്ളവരായി മാറട്ടെ എന്ന് വേണം നമുക്ക് ആഗ്രഹിക്കാൻ.